Hello friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രീമിയർ പ്രോയിൽ നിന്നും ഒരു ഹൈ ക്വാളിറ്റി ഒരു 4K ലെവൽ ഹൈ ക്വാളിറ്റി നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ പ്രീമിയർ ഓപ്പൺ ആണ്. നമുക്കിത് ഈ ഒരു വീഡിയോ ചൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു വീഡിയോ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ എങ്ങനെ 4K ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് റെൻഡർ ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ 2022 വെർഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണും. പക്ഷെ ഇത് പഴയ വെർഷൻ ആണെങ്കിൽ നമുക്ക് ഫയലിൽ എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ എടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ എം അടിച്ച് മീഡിയ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുക, മീഡിയ ഫയൽ എപ്പോഴും ഓൺ ആയിരിക്കുക. ഓഫ് ആയിരുന്നാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയിൽ നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മീഡിയ ഫയൽ ഓപ്പൺ ആക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് ഫയൽ നെയിമാണ്. നിങ്ങളുടെ വീഡിയോക്ക് ഏത് ഫയൽ നെയിമാണോ കൊടുക്കുന്നത് ആ ഫയൽ നെയിം കൊടുക്കുക. ഇവിടെ സീക്വൻസ് എന്നാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ലൊക്കേഷൻ നിങ്ങൾക്ക് എവിടെയാണോ വീഡിയോ ലൊക്കേറ്റ് ചെയ്ത് വെക്കേണ്ടത് അവിടുത്തെ ലൊക്കേഷൻ കൊടുക്കുക. അടുത്തതാണ് പ്രിസെറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് ആണ്. നമുക്ക് ഇപ്പോൾ 4K വീഡിയോ വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി 4K ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോർമാറ്റ് വരും, H.264. ഇതെന്ന് പറയുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർമാറ്റ് ആണ്, H.264 എന്ന് പറയുന്നത്. നമുക്കിതിപ്പോൾ ഇതിൽ വേറെയും ഓപ്ഷൻ കാണും, ഇഷ്ടംപോലെ ഓപ്ഷൻ കാണും. നമുക്കിപ്പോൾ ചൂസ് ചെയ്യാനുള്ളത് H.264 എന്നുള്ളതാണ്. അത് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് തുടങ്ങുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 4K ക്വാളിറ്റിയിലാണ്. നമുക്കിപ്പോൾ 8K ക്വാളിറ്റിയിൽ വരെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ. പക്ഷേ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് 4K ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4K ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, 4K സൈസ് ആണോ നോക്കുക. അപ്പോൾ ആണ്, അൾട്രാ HD ആണ് കിടക്കുന്നത്. അപ്പോൾ 4K ആണ്. ഓക്കെ, ഇനി നമുക്ക് FPS ചേഞ്ച് ചെയ്യണമെങ്കിൽ FPS ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ 24 FPS ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ 30 FPS വേണമെങ്കിൽ 30 FPS, 60 ആണെങ്കിൽ 60 അങ്ങനെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ 24 ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മോർ എടുക്കുക. മോറിൽ നമുക്കിവിടെ മാക്സിമം റെൻഡർ ക്വാളിറ്റിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം റെൻഡർ ക്വാളിറ്റി ആവശ്യം വരുമ്പോൾ അതിൽ ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി നമുക്ക് ചൂസ് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ ക്വാളിറ്റിയെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എൻകോഡിംഗ് സെറ്റിംഗ്സ്. ഇതെന്ന് പറയുന്ന ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് ആണ്. കാരണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഹാർഡ്വെയർ എൻകോഡിംഗ് ഉണ്ട്, സോഫ്റ്റ്വെയർ എൻകോഡിംഗ് ഉണ്ട്. സോഫ്റ്റ്വെയർ എൻകോഡിംഗ് നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ ലോ ആയിരിക്കും, ടൈം എക്സ്ട്രാ എടുക്കും. സോ ഹാർഡ്വെയർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് എപ്പോഴും ഹാർഡ്വെയർ എൻകോഡിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എപ്പോഴും ഹാർഡ്വെയർ എൻകോഡിംഗ് ഇട്ട് മാത്രമേ റെൻഡർ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് പ്രൊഫൈൽ നമുക്കിപ്പോൾ ബേസ് ലൈൻ ഉണ്ട്, മെയിൻ ഉണ്ട്, ഹൈ ഉണ്ട്, ഹൈ 10 ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ അല്ലെങ്കിൽ ഹൈ 10 ആണ്. നമുക്കിപ്പോൾ 8K ലെവലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഹൈ 10 ഇട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 4K ആകുമ്പോൾ നമുക്ക് ഹൈ ഇട്ട് നമുക്കത് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹൈ ഇടുക. അത് കഴിഞ്ഞ് ലെവൽ നമുക്കിപ്പോൾ 5.2 ഉണ്ട്, അത് കഴിഞ്ഞ് 6.2 ഉണ്ട്, അൺറെസ്ട്രിക്റ്റഡ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോ 4Kയോ 2Kയോ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവൽ നോക്കേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ 4.2 ഒക്കെ ഇടുമ്പോൾ നമുക്ക് 4Kയിലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 5.2 ഇടേ പറ്റുള്ളൂ. 6.2 ഒക്കെ ഇടുമ്പോൾ നമുക്ക് 8Kയിലോട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് 5.2 ആണ് ആവശ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് HDR ഗ്രാഫിക്സ് എപ്പോഴും 100% ആണോ നോക്കുക, 100 ആണോ നോക്കുക. ഇനി വരുന്നതാണ് ബിഡ് സെറ്റിംഗ്സ്. ബിഡ് എൻകോഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഇമ്പോർട്ടൻറ്റ് എൻകോഡിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് VBR1 പാസ് ഉണ്ട്, VBR2 പാസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ CBR ആണ് ചൂസ് ചെയ്യുക. ഞാൻ ഇവിടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി അതുകൊണ്ട് നമ്മൾ CBR ചൂസ് ചെയ്യുന്നു. ഇനി ബിഡ് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 24 FPS-ൻ്റെ വീഡിയോ ആണ്. അപ്പോൾ 60 FPS ഉണ്ട്, 30 FPS ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ അനുസരിച്ച് നമുക്ക് ബിഡ് റേറ്റ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 24 FPS വേണ്ടി 50 ബിഡ് റേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, 50 MB ബിഡ് റേറ്റ്. 30 FPS ആണെങ്കിൽ 60 MB ബിഡ് റേറ്റും, 60 FPS-നാണെങ്കിൽ 120 MB ബിഡ് റേറ്റും. ഈ ബിഡ് റേറ്റ് അനുസരിച്ച് ഇപ്പോൾ ഈ ബിഡ് റേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫയലിൻ്റെ എസ്റ്റിമേറ്റ് ഫയൽ സൈസും കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി 4K ഹൈ ക്വാളിറ്റി വരുമ്പോൾ അതിനനുസരിച്ച് ഈ എസ്റ്റിമേറ്റ് ഫയൽ സൈസും ഇൻക്രീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ ചിലപ്പോൾ 10 GB പ്ലസ് പോയെന്ന് വരാം. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു ലെവൽ അനുസരിച്ച് ചൂസ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ
നമ്മളിപ്പോൾ ഈ 50 ബിറ്റ് റേറ്റിൽ ചെയ്യുമ്പോൾ അത് അവർ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മളെ YouTube വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 50 കയറ്റി എന്നും പറഞ്ഞ് 50 MB ബിറ്റ് റേറ്റ് ചെയ്തെന്നും പറഞ്ഞ് അവിടെ 50 MB വരത്തില്ല. അവരതിനെ കംപ്രസ് ചെയ്തോളൂ. അപ്പോൾ നമ്മളിവിടെ 24 FPS എടുക്കുമ്പോൾ മിനിമം ആണ് പറഞ്ഞത്, മിനിമം ഒരു 50 എങ്കിലും നമ്മളിവിടെ കൊടുക്കണം. 50 FPS എങ്കിലും MBPS എങ്കിലും കൊടുക്കണം. ഓക്കെ, അത് സെറ്റായി. നിങ്ങൾ 30 ആണെങ്കിൽ 60 ചൂസ് ചെയ്യുക, 120 ആണെങ്കിൽ 60 ആണെങ്കിൽ 120 ചൂസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് 160 ചൂസ് ചെയ്യാം. അത് ഓരോന്ന് ചൂസ് ചെയ്ത് പോവാം. ഇപ്പം നമ്മൾ എത്ര ക്വാളിറ്റി കൂടുന്നോ അതിനനുസരിച്ച് ഇവിടുത്തെ എസ്റ്റിമേറ്റ് സൈസ് കൂടും. എത്ര ക്വാളിറ്റി കൂടുന്നോ അതിനനുസരിച്ച് ഇവിടെ 48 MB ആയി അങ്ങനെ കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട് 63. അപ്പോൾ ഇത് ബിഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇത് നമ്മൾ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഫാക്ടറും കൂടിയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ബിഡ് റേറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. എത്ര ബിഡ് റേറ്റ് കൂടുന്നോ അത്രയ്ക്കും നല്ല ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ വീഡിയോ ക്വാളിറ്റി കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തതിലേക്ക് വരുന്നത് ഓഡിയോ ഫോർമാറ്റിലാണ്. ഓഡിയോ ഫോർമാറ്റിൽ നമുക്ക് വലുതായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓഡിയോ ഫോർമാറ്റ് നമുക്ക് എപ്പോഴും AAC ആണോ നോക്കുക, അത് കഴിഞ്ഞ് ഓഡിയോ കോഡും AAC ആണോ നോക്കുക. പിന്നെ സാമ്പിൾ റേറ്റ് 48 kHz ആണോ നോക്കുക. ചാനൽ മോണോ സ്റ്റീരിയോ ആയിരിക്കുക, മോണോ ഇടാതിരിക്കുക. പിന്നെ ബിറ്റ് റേറ്റ് നമുക്ക് 320 തന്നെ കൊടുത്തേക്കുക. ഓക്കെ, ഇത് ഇത്രയാണ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് 4Kയിലോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു മെയിൻ പാറ്റേൺ. നമുക്ക് ഈ ഒരു ഫയലിനെ നമുക്ക് എപ്പോഴും ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ മീഡിയ ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കാം. ഈ ഫയലിനെ മീഡിയ ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കസ്റ്റംസിൽ കയറിയിട്ട് മോർ സീക്വൻസ് എടുക്കുമ്പോൾ, മോർ പ്രിസെറ്റ് എടുക്കുമ്പോൾ ഇവിടെ കസ്റ്റം പ്രിസെറ്റ്സിൽ ചില നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് ഒക്കെ ഇതിൽ കാണും. നിങ്ങളിപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ കാണും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്താൽ മതി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇത്രയുമാണ് ഒരു മെയിൻ 4Kയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൻ്റെ മീഡിയ ഫയൽ ഞാൻ ലിങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺ സെറ്റ് ചെയ്താൽ മതി. ഓൺ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് വേറെ ക്വാളിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് കൊടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഗൈസ്.